മാധ്യമമാണ് നിങ്ങൾ, ഒരു മീഡിയയാണ് നിങ്ങൾ. അതിന്റെ ഒരു ലേശം ക്വാളിറ്റി കാണിക്കുക. പോട്ടെ, ഇതൊരു സോഷ്യൽ മീഡിയ ചർച്ചയാകുമ്പോൾ നിങ്ങൾക്ക് മാന്യമായി ചോദിക്കാം, ഓക്കെ സാറിന് ഇതിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ച് നിങ്ങൾക്ക് ഒരു മറുപടി വന്നു, ഇപ്പൊ ഇതല്ല ഇവിടുത്തെ വിഷയം, അതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാം. അങ്ങനെ മെച്ചൂർഡ് ആയിട്ടുള്ള മറുപടി വന്നു. പിന്നെ ഈ മയക്കും പിടിച്ച് വണ്ണാക്കി തിരി ഇങ്ങനെ കയറ്റിക്കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണ്? അന്നേരം എന്തെങ്കിലും ഒന്ന് വായിന്ന് വീഴണം അടുത്ത പരിപാടി പിടിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഉദ്ദേശം. ഇദ്ദേഹത്തിനെ ആദ്യം കാണുന്നത് മറ്റേ സമാധിയുടെ പരിപാടിക്കാണല്ലോ. അതിനെപ്പറ്റി ചോദിക്കേണ്ട, വോട്ടേഴ്സ് ഡേയുടെ ആ ഒരു സംഭവത്തിനെ പറ്റി ചോദിക്കേണ്ട, ഒന്നും ചോദിക്കേണ്ട. ഇവർക്ക് അറിയേണ്ടത് പെടക്കോഴികളെ പറ്റിയാണ്. ഇതിന്റെ കമന്റ് സെക്ഷൻ ഒന്ന് കാണണം, നല്ല പച്ച തെറിവിളിയാണ് ഗൈസ്. ഒന്നുണ്ട് കമന്റ്സ് കാണിച്ചുതരാം. ജേർണലിസത്തിൽ ഉളുപ്പ് എന്നൊരു സബ്ജക്ട് കൂടെ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കറക്റ്റ് ആണ്. ഉളുപ്പ് പോയിട്ട് അതിന്റെ ഒരു ഉളു പോലും ഇവന്മാർക്കില്ല. ആ കളക്ടർ കാണിക്കുന്ന പക്വതയുടെ 4-1 കാണിക്കടാ. കഷ്ടം മാപ്പറേ, സത്യമായിട്ട് ഇങ്ങനെ നാണമില്ല ഇവന്മാർ ഇങ്ങനെ നടക്കാൻ. ജില്ലാ കളക്ടർ അല്ലാതെ ലൈൻ അടിക്കാൻ വന്ന പൂവാലനല്ല. മൊത്തം ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ ആ മഹാ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള കമന്റ്സ് ആണ്. പെണ്ണുങ്ങൾക്ക് എപ്പോഴും പുളിങ്കൊമ്പ് തന്നെ വേണം, കല്യാണം വേണ്ട എന്നൊക്കെ ഇവളുമാര് ചുമ്മാ പറയും. പണവും പവറും ഉണ്ടെങ്കിൽ ഇവളുമാരെ ഡിമാൻഡ് മാറും. എല്ലാരും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷേ കുറെ ആൾക്കാരുണ്ട് അങ്ങനെ. അതിന്റെ ഒരു തെളിവാണല്ലോ ഇപ്പൊ ഈ കാണുന്നത്. അത്യാവശ്യം ഒരു ഫണ്ണായിട്ടൊക്കെ ഇതിനെ കാണുന്നത് വലിയ തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതൊരുമാതിരി അതിര് കടന്ന് ഇങ്ങനെ നാണം കെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പുറത്തോട്ടിറങ്ങാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള കോഴിത്തരമായി പോയി കേരളത്തിലെ ഈ പെമ്പിള്ളാര് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോരം റീൽസ് ആണ് ഇദ്ദേഹത്തിന്റെ പേരിൽ പടച്ചു വിടുന്നത്. ലേശ ഉളുപ്പുണ്ടോ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ? ലേശം ഉളുപ്പ് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അങ്ങനെ ഒരു സബ് കളക്ടർ ആണെന്നുള്ള ഒരു ബോധം